നമസ്കാരം, ഞാൻ സോണി അഭിലാഷ്. ഭക്ഷണശാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് എഗ് റോസ്റ്റ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതായത് കുറേ ദിവസങ്ങളായിട്ട് ചോദിക്കുന്നു മുട്ട റോസ്റ്റിൻ്റെ ഒരു റെസിപ്പി ഇടുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് എഗ് റോസ്റ്റ് എങ്ങനെ ഈസി ആയിട്ട് അതുപോലെ തന്നെ ഏറ്റവും ടേസ്റ്റി ആയിട്ട് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്നത് പോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള മുട്ട റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കിച്ചണിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഒരു 5 മുട്ട വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ നിന്ന് തണുത്ത മുട്ട എടുത്ത് അതുപോലെ തന്നെ അടുപ്പിലേക്ക് വെക്കരുത് കേട്ടോ. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മുട്ട പെട്ടെന്ന് പൊട്ടിപ്പോകും. വെള്ളത്തിലിട്ട് ചൂടായി വരുമ്പോഴേക്ക് പെട്ടെന്ന് പൊട്ടി മുട്ടയ്ക്കുള്ളിൽ നിന്ന് വെള്ളമൊക്കെ എല്ലാം ഇങ്ങനെ പുറത്തോട്ടിങ്ങ് വരും. അതുകൊണ്ട് തന്നെ മുട്ട ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാടെ അതുപോലെ തണുപ്പോടുകൂടി ഒരിക്കലും പുഴുങ്ങാൻ വെക്കരുത്. എടുത്ത് കുറച്ച് സമയം പുറത്ത് വെച്ചേക്കുക, അതല്ലെങ്കിൽ കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചിട്ട് നന്നായിട്ട് കഴുകി ക്ലീനാക്കിയതിന് ശേഷം വേണം മുട്ട പുഴുങ്ങാൻ വയ്ക്കാൻ. ഉള്ളി അരിഞ്ഞെടുക്കാൻ ഞാനൊരു 5 സവാള ഇതുപോലെ തന്നെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം കുറച്ച് ഐസ് വാട്ടറിൽ തണുത്ത വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നാൽ നമ്മൾ ഉള്ളി അരിഞ്ഞെടുക്കുമ്പോൾ കണ്ണുനീറായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വെള്ളത്തിലിട്ട് വെക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഫ്രിഡ്ജിനകത്തേക്ക് എടുത്ത് വെച്ചാലും മതി. കണ്ണുനീറാതെ നമുക്ക് ഉള്ളി അരിഞ്ഞെടുക്കാം. ഈ മസാലക്കൂട്ടൊന്ന് തയ്യാറാക്കിയെടുക്കണം. അതായത് 1/2 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ പെരുംജീരകം, 3 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു വലുപ്പത്തിലുള്ള ഇഞ്ചി മതിയാകും കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ടങ്ങ് ചതച്ചെടുക്കണം. നല്ലപോലെ അങ്ങ് ചതച്ചെടുക്കണം. മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുത്താലും മതി. ഞാനിപ്പോൾ ഈ കല്ലിലിട്ട് ചതച്ചെടുത്തതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞ് ചേർക്കുന്നതിനേക്കാളും ഇങ്ങനെ ചതച്ച് ചേർക്കുന്നതാണ് ടേസ്റ്റ്. ഇനി ഞാൻ മുട്ട പുഴുങ്ങാനായിട്ട് അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് എന്തായി ഒഴിച്ചെന്ന് അറിയാമോ? ഇച്ചിരി വിനിഗർ ഒഴിക്കുമ്പോൾ ഈ മുട്ട ഒരു പക്ഷേ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മുട്ടയിൽ നിന്ന് പുറത്തോട്ട് വന്ന് തിളച്ച് പാത്രമൊക്കെ നാശമായി, ആകെ മുട്ട ഒന്ന് നാശമായി പോകത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇച്ചിരി വിനിഗർ ഒഴിച്ചത്. അതുപോലെ തന്നെ നമ്മൾ മുട്ട പുഴുങ്ങാൻ അടുപ്പിലേക്ക് വെക്കുമ്പോൾ ആദ്യം തന്നെ തീ നന്നായിട്ട് കൂട്ടി വെച്ച് പുഴുങ്ങരുത്. തീ ചെറുതായിട്ട് കുറച്ച് വെച്ച് വെള്ളവും മുട്ടയും ഒരുപോലെ ചൂടായി വന്നതിന് ശേഷം, അതായത് ഇപ്പം മുട്ട ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങും, എന്നിട്ട് തീ കൂട്ടി വെച്ച് കൊടുത്താൽ മുട്ട പൊട്ടി അങ്ങ് മുട്ടയ്ക്കകത്തുനിന്ന് ഇങ്ങനെ വന്ന് ആകെ മുട്ട പൊട്ടി നാശമായി പോകാതെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് മുട്ട പുഴുങ്ങിയെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ചെറിയ തീയിൽ വെച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് വെള്ളവും മുട്ടയും കൂടെ ഒരുമിച്ചൊന്ന് ചൂടായി വന്നതിന് ശേഷം പിന്നെ നന്നായിട്ട് തീ കൂട്ടി വെച്ച് തിളപ്പിച്ച് ഇങ്ങെടുക്കാം. അപ്പോൾ മുട്ട പെട്ടെന്ന് പൊട്ടി പോകത്തില്ല. അതുകൊണ്ട് നമുക്ക് സവാള ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഈ സവാളയിലേക്ക് കുറച്ച് ഉപ്പിട്ടു, ആവശ്യത്തിന് ഉപ്പിട്ടു. ഉപ്പും കുറച്ച് കറിവേപ്പില ഇച്ചിരി കൂടുതലിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കുറച്ച് കൂടുതലിട്ടിട്ട് നന്നായിട്ടങ്ങ് തിരുമിയെടുക്കാം. ഉള്ളി നല്ല പോലെ അങ്ങ് തിരുമണം. ഇങ്ങനെ തിരുമ്മി എടുത്തു കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് വഴറ്റിയെടുക്കാൻ പറ്റും. ഉള്ളിക്ക് അതിന് നല്ലൊരു മണം ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് തിരുമ്മിയെടുത്തത് കേട്ടോ. ഇതിലേക്ക് ഇനി ഒരു പാൻ വെച്ചു. അതിലേക്ക് കുറച്ച് കൂടുതൽ എണ്ണ വേണം. ഞാൻ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ കുറച്ചാണ് ഒഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ഉള്ളി വഴറ്റിയെടുക്കുമ്പോൾ ഉള്ളീൻ്റെ ആ സ്മെല്ല് നിൽക്കും. ആ ഉള്ളിയുടെ ഒരു സ്മെല്ലില്ലാതാവാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ ഇച്ചിരി കൂടുതൽ ഒഴിക്കുന്നത്. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില, 1-2 ഇച്ചിരി കറിവേപ്പില കൂടുതൽ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും. കറിവേപ്പില ഒന്ന് പൊട്ടിയതിന് ശേഷം 2-3 പച്ചമുളക് ഒന്ന് കീറിയിട്ട് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഇതിലേക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പെരുംജീരകവും കുരുമുളകും കൂടെ ചതച്ച കൂട്ടും കൂടെ അങ്ങിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മൊരിച്ചെടുക്കാം. ഒന്ന് മൊരിഞ്ഞതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ച സവാള ഉപ്പും കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് തിരുമ്മി വെച്ചിട്ടുള്ള സവാളയാണ് കേട്ടോ. അതിനകത്തേക്കിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം. നല്ലപോലെ എന്ന് പറഞ്ഞാൽ ഉള്ളി നല്ല ട്രാൻസ്പെറൻ്റ് ആയതിനു ശേഷം ഒരു ഗോൾഡൻ ഷെയ്ഡായി വരണം, അതുവരെ വഴറ്റിയെടുക്കണം. അതിന് ശേഷം മാത്രമേ മസാലകൾ ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ നമ്മുടെ മുട്ട റോസ്റ്റിന് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. മുട്ട റോസ്റ്റിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഉള്ളി വഴറ്റിയെടുക്കുന്നതിലാണ് അതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കുക. നല്ലപോലെ വഴന്ന് വരണം. ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുമ്പോഴേക്ക് പെട്ടെന്നൊന്ന് വഴന്ന് വരും. തീ കൂട്ടി വെച്ചിട്ട് അടച്ച് വെക്കരുത്, ഉള്ളി കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല, ഒരു കൈപ്പുരസമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഒന്ന് അടച്ച് വെച്ചിട്ട് പതിയെ തുറന്ന് നോക്കി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കണം. കുറച്ച് ടൈം എടുക്കും കേട്ടോ. നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതുപോലെ നല്ല ട്രാൻസ്പെറൻ്റായി അത്യാവശ്യം നല്ലൊരു ഗോൾഡൻ ഷെയ്ഡൊക്കെ ആയതിന് ശേഷം വേണം മസാല 1/2 ടീസ്പൂൺ
മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചത്. ഉലുവ പൊടിച്ചിടുമ്പോൾ മുട്ട റോസ്റ്റിന് നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. 1/4 ടീസ്പൂൺ മുളക് പൊടി. ചെറിയ സ്പൂണാണ് കേട്ടോ, ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂണാണ്. ചെറിയ സ്പൂണിന് 1/4 ടീസ്പൂണാണ് മുളക് പൊടി ഇട്ടത്. അതുപോലെ തന്നെ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ഇട്ടു. ഇനി ഇതിൻ്റെയൊക്കെ ഈ പൊടികളുടെ എല്ലാം മണം ഒന്ന് മാറുന്നത് വരെ നല്ലപോലെ അങ്ങ് ഇളക്കാം. നന്നായിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നതിന് ശേഷം വേണം നമുക്കിതിനകത്തേക്ക് തക്കാളി ചേർക്കാൻ. നന്നായിട്ട് പഴുത്ത അത്യാവശ്യം വലിയൊരു തക്കാളിയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കേട്ടോ. തക്കാളിക്ക് ചെറിയൊരു പുളിയുള്ള തക്കാളി ഇച്ചിരി കൂടുതൽ ചേർക്കുമ്പോഴേക്ക് കറിക്ക് നല്ലൊരു ചെറിയൊരു പുളിയും എരിവൊക്കെ കൂടി ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് തക്കാളി ചേർക്കുന്നത്. തക്കാളിയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ അങ്ങ് ഇളക്കി കൊടുക്കുക. ഇളക്കിയിട്ട് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കണേ. ഉപ്പിട്ട് കൊടുക്കുമ്പം അതിന് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അതുപോലെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്തു. ഇതെന്താണെന്നറിയുമോ, പഞ്ചസാരയാണ്. ഇച്ചിരി പഞ്ചസാര ചേർക്കണം. നമ്മൾ ഈ ചെറിയ നാട്ടിൻപുറത്തെ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങുന്ന മുട്ട റോസ്റ്റിനൊക്കെ ചെറിയൊരു മധുരം ഉണ്ടാവില്ലേ, അത് ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇച്ചിരി പഞ്ചസാര. ചില സവാളകൾക്ക് ചെറിയ മധുരം ഉണ്ടാവും, അപ്പോൾ പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ ഒത്തിരി മധുരമായി പോകും. അതുകൊണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം വേണം പഞ്ചസാര എത്ര വേണമെന്ന് തീരുമാനിക്കാൻ. ഒരുപാട് പഞ്ചസാര ഇട്ടേക്കരുത് കേട്ടോ, ഒരുപാട് മധുരമായി പോയി കഴിഞ്ഞാൽ പിന്നെ കഴിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതിലേക്ക് പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ടയും കൂടി ഇട്ടിട്ട് ഇതുപോലെ അങ്ങ് ചേർത്ത് വെച്ചിട്ട് നമുക്കിത് അടച്ച് വെക്കണം. അടച്ച് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇങ്ങനെ ഒരു 10 മിനിറ്റെങ്കിലും ഇതൊന്ന് മിക്സ് ആക്കി എടുക്കണം. അതായത് സവാള ഇതിൻ്റെ ഈ മസാലയും മുട്ടയും കൂടെ നല്ല റോസ്റ്റായിട്ട് ഈ സൈഡിലൊക്കെ എണ്ണ തെളിഞ്ഞ് വരണം. എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ ഇത് റോസ്റ്റ് ചെയ്ത് എടുക്കണം. എങ്കിൽ മാത്രമേ മുട്ട റോസ്റ്റിന് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ കേട്ടോ. ഞാനിതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല. വെള്ളം ചേർക്കാതെ തന്നെ മുട്ട റോസ്റ്റ് ഉണ്ടാക്കി എഗ് റോസ്റ്റ് ഉണ്ടാക്കി എടുക്കുന്നതാണ് എപ്പോഴും ടേസ്റ്റ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി മിക്സ് ചെയ്ത് ഇതുപോലെ നല്ല സോഫ്റ്റാക്കി, ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റാക്കി നല്ല റോസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. മുട്ടയിലേക്ക് ഉപ്പും എരിവും പുളിയും ഒക്കെ പിടിച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ എഗ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്തൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.